തിരുമേനിയുടെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കുട്ടികൾ ഈ ഫ്ലോറിൽ പാടിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ, ഈ ഗോൾഡൻ മൈക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് കുട്ടികള്. അല്ലേ ഷാനിക്ക? അയ്യോ എന്താണ്, ഇന്നലെ ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു, ഈ ഒരു ആധ്യാത്മിക സദസ്സായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സരയൂ നദിയെയും യമുനയും ഒക്കെ ഒരു പാട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഒരുമിച്ച്, അത് പ്രമദവനത്തിലാണ്. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൻ കൈത്തുമ്പിൽ നിറയുമ്പോൾ. ആധ്യാത്മികതയോ അല്ലെങ്കിൽ സ്നേഹം ഇതെല്ലാം മാറ്റി വെക്കേണ്ട കാര്യം, ഇതെല്ലാം ഒരുമിച്ചുള്ളതാണ്. മതാതീതമായ ഒരു ആത്മീയതയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എൻ്റെ പാട്ടുകളിലെല്ലാം അങ്ങനെ ദ്വേഷമില്ലാത്ത ഒരു നന്മയുടെ വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് തന്നെ എനിക്ക് ശരത്തിൻ്റെ ആ പടത്തിലും അത് തന്നെയാണ് അല്ലേ. പിന്നെ പ്രണയത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും നല്ല പാട്ട് അതിലാണ് ശരിക്ക്. അല്ല, കൈതപ്രസാദ് എഴുതിയ എല്ലാ പാട്ടുകളും അതിമനോഹരങ്ങളാണ്. അതിലൊന്നും നമുക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളൊരു ട്യൂൺ കൊടുത്താലും, ഞാൻ എന്തെങ്കിലും എനിക്ക് വായി തോന്നിയ ഒരു ഡമ്മി പാടി കൊടുത്താലും അണ്ണാച്ചി ഇങ്ങോട്ട് എഴുതി തരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വൈബ്, ഓ വണ്ടർഫുൾ, അത് ദൈവീകമാണ് അണ്ണാച്ചി, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു സോ മച്ച്. തിരുമേനി ഒരുപാട് മനോഹരമായിട്ടുള്ള വരികൾ വെച്ച് നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ തലമുറയിലെ പുതിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുക? പുതിയ തലമുറ ഇവരൊക്കെ തന്നെ ഷാനും അതെ തന്നെ. പിന്നെ ഇവരൊക്കെ എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇവരൊക്കെ നമ്മുടെ കുട്ടികളാണ്, ഒരു കുറ്റമില്ല. ഞാൻ അവരുടെ കൂടെ കൂടുന്നു. പിന്നെ എന്താ, എൻ്റെ പ്രായമൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ 50-60 വയസ്സുള്ള സമയത്താണ് ഞാൻ പിന്നെ ലജ്ജാവതിക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെന്താ, അന്നത്തെ ട്രെൻഡിലാണ്, പുതിയ ട്രെൻഡ് ഉണ്ടാക്കുക ഞങ്ങള്. ഇപ്പോഴും എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. തിരുമേനിയുടെ എഴുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടൈംലെസ് ആണ്. അതിനൊരു സമയം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇപ്പം ഞാൻ ചെയ്ത സിനിമയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ ഒരു 2 വാക്ക് എനിക്ക് പർട്ടിക്കുലറായിട്ട് ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ സിമ്പിളായിട്ട് ശ്രീയായി നിന്ന് എഴുതി, ഞാൻ അവിടെ ഫ്ലാറ്റായി. അതാണ് തിരുമേനി, ഗോൾഡാണ്. എന്താണോ അവിടെ ആവശ്യം അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ. അതെ, എനിക്ക് വേറൊന്നും ശ്രദ്ധയില്ല. എൻ്റെ പകുതി ഭാഗം തളർന്നിട്ട് 10 കൊല്ലമായി, 10-12 കൊല്ലമായി. ഇപ്പോഴും ഞാൻ നടക്കുകയും ജീവിക്കുകയും എഴുതുകയും കുറേശ്ശെ പാടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സ്നേഹവും ധൈര്യമാണ്. ആ ധൈര്യം കലയുടെ ധൈര്യമാണ്. അത് നിങ്ങളിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ്, എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ്, ഈ മക്കളിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ്. ഞാനതിനൊക്കെ അഭിമാനിക്കുന്നു, ഞാനത് സൂക്ഷിക്കുന്നു. എൻ്റെ ഈ വലത് കൈ ഞാൻ പൊക്കും, ഞാൻ സൂക്ഷിക്കുന്നു. ഇത് മതി എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാൻ ഇത് മതി. മറ്റേത് കുറച്ച് നടക്കുന്നതിനും ഭംഗി കുറവുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ എഴുത്തിൽ ഭംഗി കുറവില്ല, അത് മതിയല്ല. തിരുമേനി ഒരുപാട് സന്തോഷം. ഞങ്ങളതിനെ വെറുതെ വിടില്ല, കുറച്ചു നേരം നമ്മളുടെ കൂടെ കൂടെ ഞങ്ങളെ സഹിക്കണം. പിന്നെ ഇവരെ കിട്ടിയാ വിടില്ല, ഞാനും വിടില്ല. അയ്യോ, ഇപ്പൊ തന്നെ ആലോചിക്കാൻ വയ്യ. ഇനി തിരുമേനി കൂടെ വന്ന എന്താ അവസ്ഥ അറിഞ്ഞൂടാ. എന്തായാലും ഇത് നമ്മുടെ പണ്ട് അടുത്തടുത്ത് ഇന്ന് കേട്ടതല്ലേ കുറെ കാലം അല്ലേ. എത്ര പടങ്ങള്, എത്ര പാട്ടുകള്, അതെല്ലാം ഓർമ്മിക്കാനുള്ള പാട്ടുകളാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചു നേരം